സെക്സ്വൽ റീപ്രൊഡക്ഷനിലെയും ബയോടെക്നോളജിയിലെയും എല്ലാ തിയറി പഠിക്കുമ്പോഴും നിങ്ങൾ മിസ്സാക്കി പോകുന്ന സാധനമുണ്ട്, ഡയഗ്രംസ്. ഏറ്റവും കൂടുതൽ ഡയഗ്രാം പഠിക്കാനുള്ള ചാപ്റ്ററാണ് സെക്സ്വൽ റീപ്രൊഡക്ഷൻ. അതാണെങ്കിൽ ഈ ഓണം എക്സാമിനുണ്ട് മക്കളെ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഈ വട്ടം വരുന്നത് ബയോടെക്നോളജിനേക്കാൾ ഓണം എക്സാമിന് സെക്സ്വൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും. അതിലെ പല ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഡയഗ്രാം കാണാൻ പറ്റും. ഡയഗ്രാംസ് തള്ളിക്കളയിലെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം പഠിക്കാമടാ. എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ, എൻ്റെ തക്കുടുകളെ, ഡയഗ്രാം പഠിക്കാമടാ. ഈ ഡയഗ്രാംസ് ഒന്നും വരുന്നൊരു ഉറപ്പില്ല കേട്ടോ. ഞാൻ വരുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. എല്ലാ ഡയഗ്രാംസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ വരുന്ന ആണ് ഞാൻ കൂടുതൽ പറയാം. ഇതൊന്നും വരാൻ അത്ര ചാൻസ് ഒന്നുമില്ല. ഇത് വരും ആന്ത്രിന്റെ ലെയറുകൾ അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ലെയറുകൾ, അങ്ങനെ ചോദ്യം വരിക. ആന്ത്രിന്റെ ലെയർ അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ലെയർ എന്ന ക്വസ്റ്റ്യൻ വരിക. ഏറ്റവും പുറത്തത് എപ്പിഡെർമിസ്, പിന്നെ അടുത്തത് എൻഡോത്തീഷ്യം, നടുക്കുള്ളത് മിഡിൽ ലെയർ, ഏറ്റവും ഉള്ളിലുള്ള ഏതാ ടപ്പീറ്റം. ടപ്പീറ്റത്തിന്റെ പണി എന്താ? നറിഷ് പോളൻഗ്രെയിൻ. പോളൻഗ്രെയിന് ഫുഡ് കൊടുക്കുന്നു. ഇത് ഒരു ലോബ്, ഇതൊരു ലോബ്. രണ്ട് ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരെന്താ? കണക്റ്റീവ് എന്നാ വിളിക്കുക മക്കളെ. ഇതൊന്ന് നോക്കി നോക്കി വെക്കണം. ഈ ഡയഗ്രാം തന്നിട്ട് ആന്ത്രിന്റെ ലേയേഴ്സ് എഴുതാൻ ചോദിക്കും. ഓരോ ലെയറിന്റെ ഫംഗ്ഷൻസും ചോദിക്കും മക്കളെ. ഇതെന്താ? ഇവിടെ കാണുന്ന സെല്ലിന്റെ കൂട്ടം, ഇവിടെ കാണുന്ന സെല്ലുകളുടെ കൂട്ടം, കോശങ്ങളുടെ കൂട്ടത്തിന്റെ പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. ഓക്കെ, ഇതാണ് മക്കളെ പോളൻഗ്രെയിന്റെ ചിത്രമാ. വലിയ സെല്ല് വെജിറ്റേറ്റീവ് സെല്ല്, ചെറിയ സെല്ല് ജനറേറ്റീവ് സെല്ല്. വെജിറ്റേറ്റീവ് സെല്ലാണ് പോളൻ ട്യൂബായിട്ട് മാറുക, ജനറേറ്റീവ് സെല്ലാണ് രണ്ട് മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുക. വെജിറ്റേറ്റീവ് സെല്ല് പോളൻ ട്യൂബ് ആകുമ്പം ജനറേറ്റീവ് സെല്ല് രണ്ട് മെയിൽ ഗമേറ്റ് ആയിട്ടാണ് മാറുക സാറേ. ഏറ്റവും കൂടുതൽ ഈ വട്ടം വരാൻ ചാൻസ് ഈ എംബ്രിയോ സാക്കിന്റെ ചിത്രമാ. ഇതെന്താന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ പറയണം. എന്താ? 7 സെൽ ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക്. 7 സെല്ലും 8 ന്യൂക്ലിയസുമുള്ള എംബ്രിയോ സാക്കാണ്. 7 സെല്ലും 8 ന്യൂക്ലിയസുമുള്ള എംബ്രിയോ സാക്കാണിത്. 7 സെൽ ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക്. ഈ എംബ്രിയോ സാക്കിന് 2 അറ്റമുണ്ട്. മുകൾ ഭാഗം ചലാസൽ എൻഡ്, താഴ്ഭാഗം മൈക്രോപൈലാർ എൻഡ്. താഴെ 3 സെൽ ഇരിപ്പുണ്ട്. നടുക്കുള്ളത് എഗ്, സൈഡിൽ ഇരിക്കുന്നതാരാ? സിനർജിഡ്സില് ഒരു വെട്ടിത്തിളങ്ങുന്ന സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേരാ ഫിലിഫോ അപ്പാരറ്റസ്. അതിന്റെ പണി എന്താ? ഗൈഡ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബിന് വഴികാട്ടിയാകുന്നു. പോളൻ ട്യൂബിന് കറക്റ്റ് വഴി കാണിച്ചു കൊടുക്കുന്നത് ഏതാ? ഫിലിഫോ അപ്പാരറ്റസാ. ഇത് ഏതിന്റെ മുകളിലാണ് കാണുക? സിനർജിഡ്സിന്റെ മുകളിലാണ് മക്കളെ കാണുക. ഇവിടെ എഗ് ഉണ്ട്. സിനർജിഡ്സിൽ മാത്രമേ ഫിലിഫോ അപ്പാരറ്റസ് കാണൂ, എഗ്ഗിൽ കാണില്ല. എഗ്ഗിനെയും 2 സിനർജിഡ്സിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? എഗ് അപ്പാരറ്റസ് എന്നാ നമ്മൾ വിളിക്കുക. എന്ത് എഗ് അപ്പാരറ്റസ്? 1 എഗ് പ്ലസ് 2 സിനർജിഡ്. നടുക്ക് വലിയൊരു സെല്ല് കാണാം. ആ നടുക്കുള്ള വലിയ സെല്ലിന്റെ പേരാ സെൻട്രൽ സെൽ. അത് 2 പോളാർ ന്യൂക്ലിയകൾ കാണാം. ഈ മുകളിലുള്ള 3 സെല്ലും ഒരേ പേര് ആന്റിപോഡൽസ്. ആന്റിപോഡൽ ഹാപ്ലോയിഡാ, എഗ് ഹാപ്ലോയിഡ്, സിനർജിഡ് ഹാപ്ലോയിഡ്, സെൻട്രൽ സെല്ല് മാത്രം ഡിപ്ലോയിഡ്. ഈ ഡയഗ്രാം തന്നിട്ട് ചോദിക്കും ഇതിൽ എത്ര സെല്ലുണ്ട്? 7, 8 ന്യൂക്ലിയസും ഉണ്ട്. ഇതിൽ ഒറ്റ സെല്ലാണ് ഡിപ്ലോയിഡ്. അതേതാ? സെൻട്രൽ സെൽ. പോളാർ ന്യൂക്ലിയൻ എഴുതി വെക്കല്, സെൻട്രൽ സെൽ എന്ന് വേണം എഴുതാൻ. ഇത് വരുന്നു തോന്നില്ല മക്കളെ. ഇത് ഹിബിസ്കസ്, ചെമ്പരത്തിന്റെ കാർപ്പലിന്റെ ചിത്രമാണ്. ഇതെന്താ? ഓവറിയാണ്. ഇവിടെ ഓവറിന്റെ പ്രത്യേകത എന്താ? കാർപ്പൽസ് എല്ലാം ഫ്യൂസ്ഡാ. കാർപ്പൽ ഫ്യൂസ്ഡ് ആണെങ്കിൽ ആ സാഹചര്യത്തെ എന്താ നമ്മൾ വിളിക്കുക? സിൻകാർപ്പസ് എന്ന് വിളിക്കുക. സിൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസ്ഡ് എന്നാ. കാർപ്പൽ ഫ്യൂസ് ആണെങ്കിൽ സിൻകാർപ്പസ്. ഇതെവിടെ കാണുക? പപ്പാവറില കാണുക കേട്ടോ, കഞ്ചാവില കാണുക. ഓക്കെ, ഇതെന്താ? ഇവിടെ ഓരോ കാർപ്പലും ഫ്രീയാ. ഒരു കാർപ്പലിന് തൊട്ടടുത്ത കാർപ്പലായിട്ട് ബന്ധമില്ല, ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഈ കണ്ടീഷന്റെ പേരെന്താ? അപ്പോ കാർപ്പസ് എന്നാ വിളിക്കുക. ഇതെവിടെ കാണുക എന്നറിയാമോ? സിൻകാർപ്പസ് പപ്പാവറിലാണെങ്കിൽ അപ്പോ കാർപ്പസ് എവിടെ മക്കളെ കാണുക? മൈക്കീലിയയിലാ കാണുക. മൈച്ചീലിയയില കാണുക. സിൻകാർപ്പസിൽ എല്ലാ കാർപ്പലും കൂടെ ഒന്നിച്ച് നിൽക്കും. അപ്പോ കാർപ്പസിൽ ഓരോ കാർപ്പൽ ഓരോന്നായിട്ട്, വേറെ അടുത്ത കാർപ്പലായിട്ട് ബന്ധമില്ല, കൂടിച്ചേർന്നല്ല നിൽക്കുക. സിൻകാർപ്പസ് പപ്പാവറില കാണാം, അപ്പ കാർപ്പസ് മൈക്കീലിയയില കാണാം. ഇതാണ് ഒവ്യൂളിന്റെ ചിത്രം. ഒവ്യൂളിന്റെ തണ്ടിന്റെ പേരാണ് ഫ്യൂണിക്കിൾ. ഈ ഫ്യൂണിക്കിളും ഒവ്യൂളും തമ്മിൽ ചേരുന്ന ജംഗ്ഷന്റെ പേര് ഹൈലം. ഈ ഓപ്പണിങ്ങിന്റെ പേര് മൈക്രോപൈൽ. ഈ അറ്റത്തിന്റെ മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തിന്റെ പേര് ചലാസ. ഈ ഓവ്യൂളിന്റെ കവറിങ്ങിന്റെ പേര് ഇന്റഗ്യുമെന്റ്. അതിന്റെ ഏറ്റവും ഉള്ളിൽ ഇരിക്കുന്ന ആളാരാ? എംബ്രിയോസാക്. ഈ കാണുന്ന എംബ്രിയോസാക്കാണ് ഇത്. അപ്പൊ എംബ്രിയോസാക്ക് ഏതിനുള്ളിലെ കാണാം? ഒവ്യൂളിന്റെ ഉള്ളിൽ. ഇത് ഫുള്ള് ഒവ്യൂൾ ആണല്ലോ. ഒവ്യൂളിന്റെ ഏറ്റവും ഉള്ളിലുള്ള സ്ട്രക്ചർ ഏതാ? എംബ്രിയോസാക്കാണ്. ഇതാണ്. ഇവിടെ കുറച്ച് സെല്ലുകൾ കാണാം. ആ സെല്ലുകൾ എംബ്രിയോസാക്കിന് ചുറ്റും തൊട്ട് പുറത്തായിട്ട് കുറച്ച് ഡിപ്ലോയിഡ് സെല്ല് കാണാം. അതിന്റെ പേര് ന്യൂസിലസ് ഡിപ്ലോയിഡ് ആണ്. ന്യൂസിലസ് ഡിപ്ലോയിഡ് സെല്ലുകളാണ്.
ഇതാണ് മക്കളെ. ഇത് ഏത് ചെടിയായാലും നിങ്ങൾ ഏതെഴുതിയാലും കുഴപ്പമില്ല. വയോള എന്നെഴുതിയാലോ, അല്ലെങ്കിൽ ഓക്സാലിസ് എന്നെഴുതിയാലോ, അല്ലെങ്കിൽ കൊമലിന, ഏതെഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഏതെഴുതിയാലും കറക്റ്റ് ആട്ടോ. ഇത് തന്നിട്ട് ഏതാന്ന് ചോദിച്ചാൽ ഇത് ഏതെഴുതിയാലും കുഴപ്പമില്ല. ഈ 3 ചെടികളുടെ പ്രത്യേകത, അവർ 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കും. ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് എപ്പോഴും ക്ലോസ്ഡ് ആണ്, എപ്പോഴും അടഞ്ഞിരിക്കുന്ന കാരണം അവരുടെ ഉള്ളിൽ എപ്പോഴും ഓട്ടോഗമി, സെൽഫ് പോളിനേഷൻ ആണ് നടക്കുക. അടഞ്ഞിരിക്കുന്ന ഫ്ലവേഴ്സിന്റെ പേരാണ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുക. ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് എപ്പോഴും ഓപ്പൺ ആയ ഫ്ലവേഴ്സിന്റെ പേരാണ് ചാസ്മോഗ്യാമസ് ഫ്ലവർ. ക്ലീസ്റ്റോ അടഞ്ഞത്, ചാസ്മോ തുറന്നത്. ഇത് വെലീസ്നേറിയ കേട്ടോ മക്കളെ. ഇത് വെലീസ്നേറിയന്റെ ഫീമെയിൽ പ്ലാന്റ് ആണ്. ഫീമെയിൽ പ്ലാന്റിന്റെ ചിത്രമാണ് ഇത്. ഫീമെയിൽ പ്ലാന്റ്, ഇത് അവരുടെ ഫീമെയിൽ ഫ്ലവർ ഇങ്ങനെ വെള്ളത്തിന്റെ സർഫസിൽ വന്നിരിക്കും. ഒരു തണ്ടുണ്ട്, ലോങ് സ്റ്റോക്ക് ഉണ്ട്. ഇങ്ങനെ ഫീമെയിൽ ഫ്ലവർ, ഈ ഫീമെയിൽ ഫ്ലവർ ഇങ്ങോട്ട് സൂം ചെയ്ത് കാണിച്ചേക്കാം. മെയിൽ ഫ്ലവേഴ്സ് വെള്ളത്തിൽ കൂടെ ഒഴുകി വരും. ആ മെയിൽ ഫ്ലവറിന്റെ ഉള്ളിൽ നിന്ന് പരാഗരണിക്കൾ സിഗ്നൽ വീഴും, പോളിനേഷൻ നടക്കും. ഓക്കെ, ഇതൊന്നും പരീക്ഷയ്ക്ക് വരില്ല മക്കളെ. ഇത് വരും. സൈഗോട്ട് എങ്ങനെ എംബ്രിയോ ആകും? സൈഗോട്ട് ആദ്യം വളർന്നിട്ട് എന്താകും? പ്രോ എംബ്രിയോ. സൈഗോട്ട് ആദ്യം വളർന്നിട്ട് എന്താകും സാറേ? സൈഗോട്ട് ആദ്യം വളർന്നിട്ടുണ്ടാകുന്ന സ്ട്രക്ചറിന്റെ പേരാണ് പ്രോ എംബ്രിയോ ആയി. സൈഗോട്ട് പ്രോ എംബ്രിയോ ആയി. അത് പിന്നെ ഉണ്ടാകുന്ന സ്ട്രക്ചറിന്റെ പേരാ ഗ്ലോബ്. കണ്ടോ വട്ടത്തില്, ഗ്ലോബുലാർ എംബ്രിയോ. അത് നേരെ എന്തായി? ഹാർട്ട് ഷേപ്പിലുള്ള എംബ്രിയോ ആയി. പിന്നെ അത് മെച്വർ എംബ്രിയോ ആകുക. ഈ മെച്വർ എംബ്രിയോ തന്നിട്ട് ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും. ഇതിന്റെ പേരെന്താ? കോട്ടഡനാ. ഇതിന്റെ പേര് റാഡിക്കൾ എന്നാ വിളിക്കുക. റാഡിക്കള് കോട്ടഡൻ. ഈ എൻഡിന്റെ പേര് പ്ലിമ്യൂള കേട്ടോ. ഓക്കെ, ഈ ഡയഗ്രാം ഇടയ്ക്ക് തന്നിട്ട് അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. ഇത് റാഡിക്കള്, ഇത് പ്ലിമ്യൂള്, ഇതിന്റെ പേരെന്താ? കോട്ടഡൻ. ഇതെന്താ സാറേ? ഇതാണ് ഡൈക്കോട്ട് എംബ്രിയോന്റെ ചിത്രമാ. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി ഡൈക്കോട്ട് എംബ്രിയോ ആണെന്ന്? ഇത് ഒരു കോട്ടഡൻ, ഇത് ഒരു കോട്ടഡൻ. ഒരു എംബ്രിയോ, ഏതോ ഡൈക്കോട്ടോ മോണോക്കോട്ടോ ആയിക്കോട്ടെ, അവർക്ക് മെയിൻ ആയിട്ട് എന്താ കാണുമെന്നറിയാമോ? ഒരു ആക്സിസ് കാണും. ആക്സിസിന്റെ പേരാണ് എംബ്രിയോണൽ ആക്സിസ്. എംബ്രിയോന്റെ ആക്സിസിന്റെ പേരെന്താ? എംബ്രിയോണൽ ആക്സിസ് എന്നാ വിളിക്കുക. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തിന്റെ പേരാണ് പ്ലിമ്യൂള് എന്നാ വിളിക്കുക. ഏറ്റവും താഴ്ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? റാഡിക്കൾ എന്നാ വിളിക്കുക. പ്ലിമ്യൂള് മുകളിൽ, റാഡിക്കൾ താഴെ. ഇനി ഇവരുടെ ഒരു 2 ചിറക് പോലൊരു സ്ട്രക്ചർ ഉണ്ട്. ഇവരെ നമ്മൾ എന്ത് വിളിക്കുക? കോട്ടിലിഡൻസ് എന്നാ വിളിക്കുക. കോട്ടിഡൻസ് എന്നാ വിളിക്കുക. ഇതാണ് ഒരു എംബ്രിയോയ്ക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒരു ആക്സിസ്, അതിന്റെ മുകൾ ഭാഗം പ്ലിമ്യൂള്, താഴ്ഭാഗം റാഡിക്കള്. 2 കോട്ടൺ ഉണ്ടെങ്കിൽ ഡൈക്കോട്ട്. ഇനി മോണോക്കോട്ടിന് എന്താ വ്യത്യാസം? ഇതേ ഡയഗ്രാം ആയിരിക്കും. ഒരു എംബ്രിയോണൽ ആക്സിസ് കാണും, മുകൾ ഭാഗം പ്ലിമ്യൂള്, താഴ്ഭാഗം റാഡിക്കള്. പക്ഷെ അവിടെ എന്തേ കാണുള്ളൂ സാറേ? ഒരൊറ്റ കോട്ടിടം മാത്രമേ കാണൂ. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ ഒറ്റ കോട്ടിടൻ. ആ ഒരു ഒറ്റ കോട്ടിന് ഒരു പ്രത്യേക പേര് വിളിക്കാറുണ്ട് നമ്മൾ, സ്ക്യൂട്ടല്ലം എന്നാ വിളിക്കുക. സാർ ഇവർക്ക് 2 കോട്ടിനുണ്ട്, ഇവർക്ക് ഒറ്റ കോട്ടിനേ ഉള്ളൂ. ആ ഒറ്റ കോട്ടിന് ഒരു പ്രത്യേക പേരുണ്ട്, സ്ക്യൂട്ടല്ലം. മറക്കല്ലേ. മോണോകോട്ട് എംബ്രിയോയില് ഒരൊറ്റ കോട്ടിനേ ഉള്ളൂ, അതിന്റെ പേരെന്താ? സ്ക്യൂട്ടല്ലം എന്നാ വിളിക്കുക. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇതിന്റെ മുകൾ ഭാഗം പ്ലിമ്യൂഡ്, ഇതിന്റെ താഴ്ഭാഗം റാഡിക്കൾ അല്ലേ? ഈ മുകൾ ഭാഗം പ്ലിമ്യൂഡ് ആണല്ലോ. ആ പ്ലിമ്യൂഡിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷീത്ത് ഉണ്ട്. ആ ഷീത്തിന്റെ പേരാ കോളിയോപ്റ്റൈൽ എന്നാ വിളിക്കുക. പ്ലിമ്യൂഡിനെ കവർ ചെയ്തുള്ള ഷീത്തിന്റെ പേരെന്താ? കോളിയോപ്റ്റൈൽ എന്നാ വിളിക്കുക. റാഡിക്കളിനെ കവർ ചെയ്തുള്ള ഷീത്തിന്റെ പേരെന്താ? കോളിയോറൈസ എന്നാ വിളിക്കുക. കോളിയോറൈസ. കണ്ട, റാഡിക്കൾ R, പ്ലിമ്യൂള് P ഉണ്ട്. പ്ലിമ്യൂളിന്റെ കവറിങ് കോളിയോപ്റ്റൈല്, റാഡിക്കളിന്റെ കവറിങ് കോളിയോറൈസ. ഈ കോളിയോപ്റ്റൈല്, കോളിയോറൈസ ഡൈക്കോട്ടിൽ കാണില്ല. അവിടെ പ്ലിമ്യൂളും റാഡിക്കളും ഉണ്ട്. പക്ഷെ പ്ലിമ്യൂളിന്റെ കവറിങ് ആയ കോളിയോപ്റ്റൈല് മോണോക്കോട്ട് എംബ്രിയോയിലെ കാണൂ. റാഡിക്കളിന്റെ കവറിങ് ആയ കോളിയോറൈസ മോണോക്കോട്ട് എംബ്രിയോയിലെ കാണൂ. കോളിയോപ്റ്റൈലും കോളിയോറൈസും ഒന്നും ഡൈക്കോട്ട് എംബ്രിയോയിൽ കാണില്ല. ഓക്കെ, ഇത് ഓർക്കണം. ഇതാണ് മുകൾ ഭാഗം, ഇതാണ് ആക്സിസ്. അതിന്റെ മുകൾ ഭാഗം പ്ലിമ്യൂള്, താഴ്ഭാഗം റാഡിക്കൾ. റാഡിക്കളിനെ കവർ ചെയ്യാൻ റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഈ റീജിയന്റെ പേരാണ് ഹൈപ്പോകോട്ടൈൽ. ഇത് പലർക്കും കിട്ടില്ല, നോക്കണം. ഈ റീജിയന്റെ പേര് ഹൈപ്പോകോട്ടൈൽ. ഇതാണ് മക്കളെ മോണോക്കോട്ട് എംബ്രിയോ. ഇതെന്താ? റാഡിക്കള്, റൂട്ട് ക്യാപ്പ്, അവരെ റാഡിക്കളിന്റെ കവറിങ് കോളിയോറൈസ. ഷൂട്ടപ്പച്ച് എന്ന് പറഞ്ഞാൽ പ്ലിമ്യൂൾ എന്നാ കേട്ടോ. ഷൂട്ടപ്പച്ച് എന്ന് പറഞ്ഞാൽ പ്ലിമ്യൂള. പ്ലിമ്യൂളിന്റെ കവറിങ്ങിന്റെ പേരാണ് കോളിയോപ്റ്റൈൽ. അവർക്ക് ഒറ്റ കോട്ടറിനെ ഉള്ളൂ, അതിന്റെ പേരാണ് സ്ക്യൂട്ടല്ലം. ഒരു കോട്ടറിനെ ഉള്ളൂ, രണ്ടാമത്തെ കോട്ടറിന് വളർച്ചയില്ല.
ആ വളർച്ച ഇല്ലാത്ത കോട്ടറിന്റെ പേര് എപ്പിബ്ലാസ്റ്റ്. സത്യത്തിൽ എങ്ങനെ അറിയാവോ, ഇവർക്ക് 2 കോട്ടറിന് നല്ല വളർച്ചയുണ്ട്. ഈ മോണോകോട്ടിൽ എങ്ങനെയാ, ഒരു കോട്ടിടം നല്ല പോലെ വളരും, അതിന്റെ പേര് സ്ക്യൂട്ടെല്ലം. മറ്റേത് വളർച്ച കുറവാ, ചെറിയതായിട്ടേ വളരുള്ളൂ. ആ വളർച്ച കുറവുള്ള കോട്ടറിന്റെ പേരാണ് എപ്പിബ്ലാസ്റ്റ് എന്ന് വിളിക്കും. എപ്പിബ്ലാസ്റ്റ് എന്ന് വിളിക്കുക. സത്യത്തിൽ ഇവിടെ 2 നല്ല വളർച്ചയുണ്ട്, അത് നമുക്ക് നല്ല വൃത്തിക്ക് തടിച്ച് കൊഴുത്ത കോട്ടറിനെ കാണാൻ പറ്റുക. എന്നാൽ ഇവിടെ എങ്ങനെ സാറേ, ഒരു കോട്ടറിന് നല്ല വളർച്ചയുണ്ട്, അതിന്റെ പേര് വളർന്ന് നല്ല വളർച്ചയുള്ള ആ ഒരു കോട്ടറിന്റെ പേര് സ്ക്യൂട്ടെല്ലം. മറ്റേ സത്യത്തിൽ കാണാൻ പറ്റില്ല എന്നല്ല, മറ്റേന് വളർച്ച കുറവാ, ചെറുതാ. ആ ചെറിയ കോട്ടറിനാണ് എപ്പിബ്ലാസ്റ്റ് എന്നാ വിളിക്കുക. ഇതാണ് എപ്പിബ്ലാസ്റ്റ്. ഇത് ആപ്പിൾ ആണ്, ഇത് സ്ട്രോബെറി ആണ് മക്കളെ. ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ എന്താ, ഫോൾസ് ഫ്രൂട്ടാ. പിന്നെ കാഷ്യൂ ഉണ്ട് കേട്ടോ. ഇത് അവരുടെ തലാമസ്, ഇത് സീഡ്, ഇത് അവരുടെ മീസോകാർപ്പ്, ഇത് എൻഡോകാർപ്പ്, ഇത് എക്സോകാർപ്പ്. ഓക്കെ, ഇതാണ് അവരുടെ തലാമസ്. ഇത് ഈ ഭാഗം ചോദിക്കാറുണ്ട്, സ്ട്രോബെറിന്റെ തലാമസ് ആണ്. ഇത് മോണോകോട്ട് എംബ്രിയോ അല്ലേ, ഇത് മോണോകോട്ട് എംബ്രിയോ. ഈ മോണോകോട്ട് എംബ്രിയോ ഇരിക്കുന്ന സീഡിന്റെ പേരാണ് മോണോകോട്ട് സീഡ്. എന്താ സാറേ മോണോകോട്ട് സീഡ് എന്ന് പറഞ്ഞാൽ? മോണോകോട്ട് എംബ്രിയോ ഇരിക്കുന്ന സീഡ്, അതാണ് മോണോകോട്ട് സീഡ്. അടുത്ത് നോക്ക്, ഡൈക്കോട്ട് എംബ്രിയോ ഇരിക്കുന്ന സീഡിന്റെ പേരെന്താ? ഡൈക്കോട്ട് എംബ്രിയോ ഇരിക്കുന്ന സീഡിന്റെ പേരാണ് ഡൈക്കോട്ട് സീഡ്. മോണോകോട്ട് എംബ്രിയോ ഇരിക്കുന്ന സീഡ് മോണോകോട്ട് സീഡ് ആണെങ്കിൽ ഡൈക്കോട്ട് എംബ്രിയോ ഇരിക്കുന്ന സീഡ് എന്താ? ഡൈക്കോട്ട് സീഡ് എന്ന് മക്കളെ വിളിക്കുക. ഇതാണ് മക്കളെ മോണോകോട്ട് സീഡ് കേട്ടോ. മോണോകോട്ട് സീഡ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആര് വേണം? മോണോകോട്ട് എംബ്രിയോ. എടാ മോണോകോട്ട് എംബ്രിയോ ഇരിക്കുന്ന സീഡല്ലേ മോണോകോട്ട് സീഡ്. അപ്പൊ ഇതിനെ ഞാൻ മോണോകോട്ട് സീഡ് എന്ന് വിളിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആരിയ്ക്കണം? മോണോകോട്ട് എംബ്രിയോ ഇരിക്കണം. ഇതാണ് മോണോകോട്ട് എംബ്രിയോ. ഇത് പ്ലിമ്യൂൾ ആണെങ്കിൽ ഇത് കോളിയോപ്റ്റൈൽ, ഇത് റാഡിക്കൽ ആണെങ്കിൽ കോളിയോറൈസ. കോളിയോപ്റ്റൈലും കോളിയോറൈസൊക്കെ എവിടെ കാണുള്ളൂ? കോളിയോപ്റ്റൈല് കോളിയോറൈസ എന്ന് കണ്ടാൽ അത് മോണോകോട്ട് എംബ്രിയോയാ. മോണോകോട്ട് എംബ്രിയോ ഇരിക്കുന്ന സീഡാണ് ഏത്? മോണോകോട്ട് സീഡ്. ഇതാണ് അവരുടെ എംബ്രിയോ. അപ്പർക്ക് ഒറ്റ കോട്ടറിനെ ഉള്ളൂ, ആ ഒരു കോട്ടറിന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. ഇതാണ് അവരുടെ എൻഡോസ്പേം. ഈ എൻഡോസ്പേം ഫുഡ് കൊടുക്കും താഴേക്ക്. എൻഡോസ്പേമിൽ നിന്നുള്ള ഫുഡ് കിട്ടിയിട്ടാണ് ഈ എംബ്രിയോ വളരുള്ളൂ. ഇതാണല്ലോ എൻഡോസ്പേം, ഇതാണല്ലോ എംബ്രിയോ. എൻഡോസ്പേമിൽ നിന്നുള്ള ഫുഡ് കിട്ടിയിട്ടാണ് ആര് വളരുക? എംബ്രിയോ വളരുക. ഇതാണ് കവറിങ്. ആ കവറിന്റെ പേരാണ് പെരികാർപ്പ്. ഓക്കെ, ഇത് ബയോടെക്നോളജിയിലെ ഡയഗ്രാം കേട്ടോ മക്കളെ. ഈ R1 കട്ട് ചെയ്യുന്നു, ഈ ഫോം ചെയ്യുന്ന എൻഡിന്റെ പേരാണ് സ്റ്റിക്കി എൻഡ്. ഈ രണ്ടും എൻഡ് ജോയിൻ ചെയ്യിപ്പിക്കുന്ന എൻസൈം ഏതാ? ലിഗേസ് എൻസൈം. രണ്ടും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഏതാ? ലിഗേസ് ആണ്. ഓക്കെ, ഇതാരുടെയാ? ഇത് വെക്റ്റർ DNA. ഇത് വെക്റ്റർ ആണ്, ഇത് ഡിസേബിൾ ജീൻ്റെ ആണ് കേട്ടോ. രണ്ടും കൂട്ടിച്ചേർക്കുന്ന ആരാ? ലിഗേസസ് എൻസൈം ആണ്. ഇവിടെ ആലോചിക്കേണ്ടത് ഈ സ്റ്റിക്കി എൻഡിന്റെ പേര് ചോദിക്കും തന്നിട്ട്. സ്റ്റിക്കി എൻഡ് ആണ്. ഫോറിൻ ജീൻ കട്ട് ചെയ്തെടുത്തു, അത് വെക്റ്ററുമായിട്ട് കട്ട് ചെയ്യുന്ന ഏതാ? ഒരേ എൻസൈം ആയിരിക്കണം. ഇത് കട്ട് ചെയ്യുന്നത് ഈക്വാറം വെച്ചാണെങ്കിൽ വെക്റ്റർ കട്ട് ചെയ്യുന്നതും ഈക്വാറം വെച്ചായിരിക്കണം. നമ്മൾ ഒരു ജീനെ വേർതിരിച്ചെടുക്കുന്നത് ഏത് എൻസൈം വെച്ചാണോ അതേ എൻസൈം വെച്ച് വേണം ആ ജീൻ കൂട്ടിച്ചേർക്കാൻ പോകുന്ന വെക്റ്റർ മുറിക്കാൻ. ഈ ജീൻ ഈ ഡിസേബിൾ ജീൻ വേർതിരിച്ചെടുത്തത് ഈക്വാറം വെച്ചാണെങ്കിൽ ഈ വെക്റ്റർ മുറിക്കേണ്ടതും ഈക്വാറം വെച്ചാ. ഈ ജീൻ വേർതിരിച്ചെടുത്തത് ഇൻഡു2 വെച്ചാണെങ്കിൽ ഈ വെക്റ്റർ മുറിക്കേണ്ടതും ഇൻഡു2 വെച്ചാ. രണ്ടോടെ കൂട്ടിച്ചേർത്തു. ഏത് എൻസൈമാ? ലിഗേസസ് എൻസൈം കൂട്ടിച്ചേർത്തു. എന്നിട്ട് നേരെ നമ്മൾ എവിടെ കൊണ്ടിട്ടു? ഹോസ്റ്റ് സെല്ലിൽ കൊണ്ടിട്ടു. സെല്ല് ഡിവൈഡ് ചെയ്ത് 2 എണ്ണമായി. ഈ RDN ഇതാണല്ലോ ഡിസേബിൾ ജീനെ വെക്റ്ററിനെ ചേർത്ത് വിളിക്കുന്ന പേര് RDNA. RDNA നമ്മൾ ഒരു സെല്ലിലേക്ക് കൊണ്ടിടും, അതിന്റെ പേരാ ട്രാൻസ്ഫോർമേഷൻ. ഇത് പരീക്ഷയ്ക്ക് വരും. RDNA ഒരു സെല്ലിലേക്ക് നമ്മൾ കൊണ്ടുവിടുന്നതിന്റെ പേരെന്താ? RDNA ഉണ്ടാക്കിയിട്ട് ഒരു സെല്ലിൽ കൊണ്ടിടുന്നതിന്റെ പേരാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുക. ഇതാണ് മക്കളെ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇതിൽ ലാർജ് കഷ്ണങ്ങൾ ബാക്കിലാ കാണുക, സ്മോൾ കഷ്ണങ്ങൾ ഫ്രണ്ടിലാ കാണുക. ഇതാണ് കുഴികളുടെ പേരാണ് വെല്ല് എന്നാ വിളിക്കുക. ഇവിടെ കാഥോഡ്, ഇവിടെ ആനോഡ്. എങ്ങനെ കാണുക? എതിഡിയം ബ്രോമൈഡ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ UV ലൈറ്റ് അടിക്കുക, അപ്പൊ കഷ്ണങ്ങൾ ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണും. ഇതാ PBR322. ഇതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇത് ROP ജീൻ. ROP ജീന്റെ പണി എന്താ? ROP ജീന് സിന്തസൈസ് എന്തുണ്ടാക്കുന്നു? സിന്തസൈസ് പ്രോട്ടീൻ ഫോർ റെപ്ലിക്കേഷൻ. ഈ പ്ലാസ്മിഡിനെ റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ വേണം. ഒരു പ്ലാസ്മിഡ് 2 ആകും, 2 4 ആകും, അതാ റെപ്ലിക്കേഷൻ. ഒരു പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ജീനാണ് ROP ജീൻ. ഇതാണ് സെലക്ടബിൾ മാർക്കർ. 1 ആംബിസിൻ റെസിസ്റ്റന്റ് ജീന്, 2 ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. ഇത് രണ്ടുമാണ് മക്കളെ സെലക്ടബിൾ മാർക്കർ.
ഇതൊക്കെയാണ് എൻസൈം കട്ട് ചെയ്യുന്ന സൈറ്റുകൾ. 8 എൻസൈമുകൾക്ക് ഈ PBr322 കട്ട് ചെയ്യാം. എത്ര ക്ലോണിങ് സൈറ്റുകൾ ഉണ്ട്, എത്ര എൻസൈം കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഇതാണ് PCR. ഇത് ഡിനാച്ചുറേഷൻ, അനലിങ്, എക്സ്റ്റൻഷൻ. അനലിങ്ങിൽ ചേർക്കുന്ന ചെറിയ RNA കഷ്ണങ്ങളുണ്ട്, അതിൻ്റെ പേരാ പ്രൈമർ. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു DNA പോളിമറൈസ് ഉണ്ട്, ടോക്ക് പോളിമറൈസ്. ടോക്ക് പോളിമറൈസ് ഏത് ബാക്ടീരിയയിൽ നിന്നാണ് വേർതിരിച്ച്? ടോക്ക് പോളിമറൈസ് വേർതിരിച്ച ബാക്ടീരിയൻ്റെ പേരാ ദെർമസ് അക്വാട്ടിക്കസ് എന്നാണ് വിളിക്കുക. ദെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് വേർതിരിച്ച എൻസൈമാണ് ടോക്ക് പോളിമറൈസ്. ഇനി അങ്ങോട്ട് ഇല്ല മക്കളെ. ഹാപ്പി ഓണൊക്കെ അടിച്ചു പൊളിച്ച് വന്നു കേട്ടോ. ഓക്കെ, ഇനി ഇത് പരീക്ഷയ്ക്ക് വരില്ല, കാരണം കോമ്പറ്റൻഷ്യൽ പ്രിപ്പറേഷൻ വരെയല്ലേ ഉള്ളൂ. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഇവിടെ ഡയഗ്രത്തിൽ നിന്ന് വരെയുള്ള എല്ലാ ഡയഗ്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ROP ജീൻ്റെ PBr322 ROP ജീൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു സാറേ ക്ലാസ് എന്നുകൂടെ മെൻഷൻ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ROP ജീൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുകൂടെ മെൻഷൻ ചെയ്യുക. അടിച്ചു പൊളിക്കുക, ഓണക്കോടിയൊക്കെ എടുക്കുക, ഉഷാറാക്കുക. എക്സാം ഇപ്പം തീരും. ഇനി ഓണം പറയാൻ ആശംസകൾ പറയാൻ പറ്റാത്തതുകൊണ്ട്, എക്സാം തുടങ്ങിയെന്ന് എനിക്കറിയാം, ആശംസകൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് മക്കളെ. അടിച്ചു പൊളിക്കുക. എക്സാമൊക്കെ ഇനി വരാൻ പോകുന്ന എക്സാമോ അല്ലെങ്കിൽ ബയോളജി എക്സാം ഏതും പാടിക്കോട്ടെ, വിഷമിക്കൊന്നും വേണ്ട. അടുത്ത എക്സാമിൽ തിരിച്ചു വരാൻ നോക്കുക. അടിച്ചു പൊളിക്കുക. വല്ല അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ വീട്ടിലൊക്കെ പോയിട്ട് കിടന്ന് അടിച്ചു പൊളിച്ച് വെക്കേഷൻ അടിച്ചു പൊളിക്കുക. ഓക്കെ, എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ മൊഞ്ചന്മാരെ മഞ്ചത്തുകളെ ROP ജീൻ്റെ ഫംഗ്ഷൻ മറക്കാതെ കമൻറ്റ് ചെയ്യുക.